മുട്ടിൽ മരമുറി കേസിൽ കർഷകർക്കെതിരെ റവന്യൂ വകുപ്പ് നീക്കം. 29 കർഷകരുടെ അപ്പീൽ അപാകത ആരോപിച്ചു തള്ളി. ആദിവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ ആശങ്കയിലാണ്. കർഷകരെ സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പ് പാഴായി എന്നും വിമർശനം. ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നാണ് അഗസ്റ്റിൻ സഹോദരന്മാർ മരം മുറിച്ചത്. ഫൈസൽ നെടുമ്പാല, ഫൈസൽ, എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നത്? പൊതുവെയും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. കർഷകരുടെ പേരുള്ള ഇവരുടെ ഈ 29 പേരടങ്ങുന്ന ആളുകളുടെ ഭൂമിയിൽ നിന്നാണ് അഗസ്റ്റിൻ സഹോദരന്മാർ മരം മുറിച്ച് വിറ്റത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഈ കർഷകരെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് അപ്പീൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ അപ്പീൽ ഇവർ നൽകിയ രേഖകളിൽ അപാകതയുണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു നോട്ടീസ് ഈ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനകം ഈ അപാകത പരിഹരിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ അപ്പീൽ തിരിച്ച് റവന്യൂ വകുപ്പിന് കൈമാറണം എന്നുള്ളതാണ് ഈ ഒരു നോട്ടീസിൽ പറയുന്നത്. ഈ അപാകത പരിഹരിച്ചുകൊണ്ടുള്ള അപ്പീൽ സമർപ്പിക്കാൻ കർഷകർ തയ്യാറായില്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇത് പ്രധാനമായി ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുറിച്ച മരത്തിന്റെ പിഴത്തുക അടക്കം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ കർഷകർക്കുള്ളത്. പക്ഷേ റവന്യൂ വകുപ്പിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് കർഷകർ ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. കർഷകരെ ഇതിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായി റവന്യൂ വകുപ്പ് എടുക്കുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന അറിയിപ്പ്.